കോടീശ്വരന്മാരായ മലയാള നടന്മാർ. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള നടൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? എന്നാൽ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള നടൻ ആരാണെന്നറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അപ്പോൾ നമുക്ക് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള നടന്മാർ ആരൊക്കെയെന്ന് നോക്കാം. 10ാമതായി വരുന്നത് നടൻ കുഞ്ചാക്കോ ബോബനാണ്. അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലൂടെയാണ് കുഞ്ചാക്കോ ബോബൻ അഭിനയ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. 2 കോടി രൂപ മുതൽ 5 കോടി രൂപ വരെയാണ് കുഞ്ചാക്കോ ബോബൻ ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം. പുതിയ കണക്കുകൾ പ്രകാരം 60 കോടി രൂപയാണ് കുഞ്ചാക്കോ ബോബന്റെ ആസ്തിയായി കണക്കാക്കുന്നത്. 9ാമതായി വരുന്നത് നടൻ ആസിഫ് അലിയാണ്. 2009 പുറത്തിറങ്ങിയ ഋതു എന്ന ചിത്രത്തിലൂടെയാണ് ആസിഫ് അലി സിനിമയിൽ പ്രവേശിക്കുന്നത്. 1 കോടി രൂപ മുതൽ 2 കോടി രൂപ വരെയാണ് ആസിഫ് അലി ഒരു സിനിമയ്ക്കായി വാങ്ങുന്ന പ്രതിഫലം. ആസിഫ് അലിയുടെ ആസ്തിയായി കണക്കാക്കുന്നത് 75 കോടി രൂപയാണ്. 8ാമതായി വരുന്നത് നടൻ ഫഹദ് ഫാസിലാണ്. 2002 പുറത്തിറങ്ങിയ കയ്യെത്തും ദൂരത്ത് എന്ന ചിത്രത്തിലൂടെയാണ് ഫഹദ് ഫാസിൽ സിനിമയിൽ പ്രവേശിക്കുന്നത്. 8 കോടി രൂപയാണ് ഫഹദ് ഫാസിൽ ഒരു സിനിമയ്ക്കായി വാങ്ങുന്ന പ്രതിഫലം. പുതിയ കണക്കുകൾ പ്രകാരം 90 കോടി രൂപയാണ് ഫഹദിൻ്റെ ആസ്തിയായി കണക്കാക്കുന്നത്. 7ാമതായി വരുന്നത് നടൻ പൃഥ്വിരാജാണ്. നന്ദനം എന്ന സിനിമയിലൂടെയാണ് പൃഥ്വിരാജ് അഭിനയ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. 3 കോടി രൂപ മുതൽ 4 കോടി രൂപ വരെയാണ് പൃഥ്വിരാജ് ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം. പുതിയ കണക്കുകൾ പ്രകാരം പൃഥ്വിരാജിൻ്റെ ആസ്തിയായി കണക്കാക്കുന്നത് 100 കോടി രൂപയ്ക്ക് മുകളിലാണ്. 6ാമതായി വരുന്നത് നടൻ നിവിൻ പോളിയാണ്. 2010 നിവിൻ പോളി സിനിമയിൽ പ്രവേശിക്കുന്നത്. 30ലേറെ ചിത്രങ്ങളിൽ നിവിൻ പോളി അഭിനയിച്ചിട്ടുണ്ട്. 6 കോടി രൂപ മുതൽ 10 കോടി രൂപ വരെയാണ് നിവിൻ പോളി ഒരു സിനിമയ്ക്കായി വാങ്ങുന്ന പ്രതിഫലം. പുതിയ കണക്കുകൾ പ്രകാരം നിവിൻ പോളിയുടെ ആസ്തിയായി കണക്കാക്കുന്നത് 180 കോടി രൂപയ്ക്ക് മുകളിലാണ്. 5ാമതായി വരുന്നത് സുരേഷ് ഗോപിയാണ്. 1965 പുറത്തിറങ്ങിയ ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിലൂടെയാണ് സുരേഷ് ഗോപി അഭിനയ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. 1 കോടി രൂപ മുതൽ 5 കോടി രൂപ വരെയാണ് സുരേഷ് ഗോപി ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം. പുതിയ കണക്കുകൾ പ്രകാരം 150 കോടി രൂപയ്ക്ക് മുകളിലാണ് സുരേഷ് ഗോപിയുടെ ആസ്തിയായി കണക്കാക്കുന്നത്. 4ാമതായി വരുന്നത് നടൻ ദുൽഖർ സൽമാനാണ്. 2012 പുറത്തിറങ്ങിയ സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിലൂടെയാണ് ദുൽഖർ സൽമാൻ സിനിമയിലേക്ക് പ്രവേശിക്കുന്നത്. 5 കോടി രൂപ മുതൽ 6 കോടി രൂപ വരെയാണ് ദുൽഖർ സൽമാൻ ഒരു ചിത്രത്തിനായി വാങ്ങുന്ന പ്രതിഫലം. പുതിയ കണക്കുകൾ പ്രകാരം 200 കോടി രൂപയ്ക്ക് മുകളിലാണ് ദുൽഖർ സൽമാൻ്റെ ആസ്തിയായി കണക്കാക്കുന്നത്. 3ാമതായി വരുന്നത് നടൻ മമ്മൂട്ടിയാണ്. 1971 പുറത്തിറങ്ങിയ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിലൂടെയാണ് മമ്മൂട്ടി അഭിനയ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. 10 കോടി രൂപ മുതൽ 16 കോടി രൂപ വരെയാണ് മമ്മൂട്ടി ഒരു ചിത്രത്തിനായി വാങ്ങുന്ന പ്രതിഫലം. പുതിയ കണക്കുകൾ പ്രകാരം 340 കോടി രൂപയ്ക്ക് മുകളിലാണ് മമ്മൂട്ടിയുടെ ആസ്തിയായി കണക്കാക്കുന്നത്. 2ാമതായി വരുന്നത് നടൻ മോഹൻലാലാണ്. 1950 പുറത്തിറങ്ങിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെയാണ് മോഹൻലാൽ അഭിനയ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. 15 കോടി രൂപ മുതൽ 20 കോടി രൂപ വരെയാണ് മോഹൻലാൽ ഒരു ചിത്രത്തിനായി വാങ്ങുന്ന പ്രതിഫലം. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം മോഹൻലാലിൻ്റെ ആസ്തിയായി കണക്കാക്കുന്നത് 450 കോടി രൂപയ്ക്ക് മുകളിലാണ്. 1ാമതായി വരുന്നത് നടൻ ദിലീപാണ്. 1992 പുറത്തിറങ്ങിയ എന്നോടിഷ്ടം കൂടാമോ എന്ന ചിത്രത്തിലൂടെയാണ് ദിലീപ് സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. ഏകദേശം 3 കോടി രൂപ മുതൽ 4 കോടി രൂപ വരെയാണ് ദിലീപ് ഒരു ചിത്രത്തിന് വാങ്ങുന്ന പ്രതിഫലം. പുതിയ കണക്കുകൾ പ്രകാരം ദിലീപിൻ്റെ ആസ്തിയായി കണക്കാക്കുന്നത് 600 കോടി രൂപയ്ക്ക് മുകളിലാണ്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നടൻ ആരാണെന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക.